ഗൈഡ് ലൈൻസ് ഫോർ പ്രോപ്പർ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ്. ഒരു മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോപ്പർ യൂസിന് വേണ്ടിയിട്ട് സർട്ടൻ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം മൊബൈൽ ഫോൺസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോപ്പർ മാനറിൽ വേണം യൂസ് ചെയ്യാൻ. കാരണം ഇപ്പം നമ്മൾ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോർക്കും ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന്. പക്ഷേ എങ്കിൽ അത് പബ്ലിക് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എന്താണ് ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് അങ്ങനെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് എന്താണ് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പം അങ്ങനെ എന്താണ് നമ്മൾ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മാനേഴ്സ് അതിൽ കീപ്പ് ചെയ്യണം. എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ഡൂസും ഡോൺസും ഉണ്ട്. ഇതിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡൂസും ഡോൺസും ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഡു റെസ്പെക്ട് ദോസ് ഹു ആർ വിത്ത് യു. അതായത് നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക. അതായത് നമ്മളൊരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഒരാളുമായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്താണ് നമ്മൾ തന്നെയാണെങ്കിലും ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നയാൾ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ആ കോൺവെർസേഷനിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. സോ ഓഡിയൻസിന് ഇപ്പം തോന്നും എന്താണ് അവർക്കൊരു അറ്റൻഷൻ നമ്മൾ കൊടുക്കുന്നില്ല എന്നൊരു ഫീൽ അവർക്കുണ്ടാവും. സോ അതാണ് പറയുന്നത്, നമ്മളെന്താണ് നമ്മുടെ കൂടെയുള്ളവരെ കൺസിഡർ ചെയ്യുക. അപ്പം മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യാനോ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. ഇപ്പം നമുക്ക് വരുന്ന കോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കോളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് ഒരു മാനേഴ്സിന് ചോദിക്കുക, പെർമിഷൻ ചോദിക്കുക. എനിക്ക് ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഒരു പെർമിഷൻ ചോദിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുക. ദെൻ ഡോണ്ട് എൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആവറേജ് പേഴ്സൺ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഒരാളുമായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉള്ള ആ സൗണ്ടിനെക്കാട്ടിലും 3 മടങ്ങ് കൂടുതലായിരിക്കും ഒരാൾ ഫോണിൽ സംസാരിക്കുന്ന അയാളുടെ വോയിസ് എന്ന് പറയുന്നത്. നോർമലി ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെ അതെന്താണ് ആ വോളിയം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ വോളിയത്തിനെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഡു ബി എ ഗുഡ് ഡൈനിങ് കമ്പാനിയൻ. ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓഡിയൻസ് ഉണ്ട്. നമ്മൾ ഒരു കോൺവെർസേഷനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഒരു തേർഡ് പാർട്ടി ഫോൺ കോൺവെർസേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈലൻസിലിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡൈനിങ് കമ്പാനിയന് എന്താവും? അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. സോ നമ്മുടെ കമ്പാനിയനെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫോൺ ഒരിക്കലും ഡൈനിങ് ടേബിളിൽ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ടേബിളിൽ ഇരിക്കുമ്പോഴത്തേക്കും വേറൊരു ടെക്സ്റ്റിനോ ഫോൺ കോൾസിനോ അങ്ങനെയൊന്നും നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പാടില്ല. സോ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. അതാണ് പറയുന്നത്, നമ്മളൊരു ഗുഡ് ഡൈനിങ് കമ്പാനിയനായിരിക്കണം. നമ്മുടെ കൂടെ ഇരിക്കുന്ന കമ്പാനിയനെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കാരണം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ, ഡോണ്ട് ഇഗ്നോർ യൂണിവേഴ്സൽ ക്വൈറ്റ് സൂൺ സച്ച് ആസ് തിയേറ്റേഴ്സ്, ചർച്ച്, ലൈബ്രറി അങ്ങനെയൊക്കെ. അതായത് ഈ ലൈബ്രറീസ്, തിയേറ്റേഴ്സ്, ചർച്ച്, ലൈബ്രറി, അത് ഫ്യൂണറൽസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ക്വൈറ്റ് സൂണാണെന്നാണ് പറയുന്നത്. ആ സ്ഥലങ്ങളിലൊന്നും നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ ക്വൈറ്റ് സൂൺസിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫോൺസ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഡു ലെറ്റ് വോയിസ് മെയിൽ ഡു ഇറ്റ്സ് ജോബ്. മീൻസ് ഒരാൾക്കൊരു കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കോൾ വരുവാണെങ്കിൽ നമ്മൾ മാക്സിമം അതൊരു വോയിസ് മെയിൽ യൂസ് ചെയ്തിട്ട് അതിന് ആൻസർ ചെയ്യാനായിട്ട്, നോൺ അർജൻറ്റ് കോൾസിനൊക്കെ ഒരു വോയിസ് മെയിൽ യൂസ് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഡോണ്ട് മേക്ക് സ്റ്റാഫ് വെയിറ്റ്. അതായത് ഇപ്പോൾ ഒരു ടേബിളിലിരിക്കുക, ഒരു ലൈമോ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോ ഒക്കെ ഇരിക്കുക. അപ്പോൾ ആ ഡൈനിങ് ടേബിളിൽ ഓർഡർ എടുത്ത് വെയിറ്റർ നമ്മുടെ അടുത്ത് എത്താറാവുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ നമുക്കൊരു കോൾ വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ആ കോൾ അർജൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ടേബിൾ വിട്ട് പുറത്ത് പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അയാളുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ വെയിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ചെയ്യിപ്പിച്ച് തന്നെ നിർത്തരുത്. ഒന്നെങ്കിൽ നമ്മൾ പുറത്ത് പോയി സംസാരിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഓർഡർ ചെയ്തതിന് ശേഷം ആ കോൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഡോണ്ട് ടെക്സ്റ്റ് ആൻഡ് ഡ്രൈവ്. അതായത് ഒരു മെസ്സേജും നമ്മുടെ ജീവനെക്കാട്ടിലും വലുതല്ല. സോ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരിക്കലും കോളുകൾ ആൻസർ ചെയ്യാനോ ടെക്സ്റ്റ് ചെയ്യാനോ പാടില്ല. സോ ഡു കീപ് ആർഗ്യുമെൻറ്റ്സ് അണ്ടർ റാപ്സ്. നോബഡി ക്യാൻ ഹിയർ ദ പേഴ്സൺ ഓൺ ദി അതർ എൻഡ്. ഓൾ ദേ ആർ അവെയർ ഓഫ് ഇസ് എ വൺ സൈഡഡ് സ്ക്രീമിംഗ് മാച്ച് എ ഫ്യൂ ഫീറ്റ് അവേ. അതായത്
ആർഗ്യുമെൻറ്റ്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ആർഗ്യുമെൻറ്റ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരാളുമായിട്ട് ആർഗ്യൂ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും ഒക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ഡിബേറ്റ് അങ്ങനെ ആർഗ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വോയിസ് റേസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾ എന്താ പറയുന്നതെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. സോ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കഴിയുന്നതും കുറച്ച് വയ്ക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു ഫിൽറ്റർ യുവർ ലാംഗ്വേജ്. അതായത് നമ്മുടെ ലാംഗ്വേജ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഒരു പബ്ലിക് പ്ലേസിൽ നമുക്ക് ഒരു ടീഷർട്ടിൻ്റെ പ്രത്യേകത എന്താ, ഒരു ടീഷർട്ടിൽ നമ്മൾ മേടിക്കുന്ന ടീഷർട്ടിൽ എന്താ എഴുതിയേക്കുന്നത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. എന്ത് വേണമെങ്കിലും എഴുതാം, ഒരു പബ്ലിക് പ്ലേസിൽ അത് ഇട്ടുകൊണ്ടും പോവാം. അതുപോലെ ആയിരിക്കരുത് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും അളന്നേ സംസാരിക്കാവുള്ളൂ എന്ന് പറയത്തില്ലേ, നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ പബ്ലിക്കിൽ നമ്മളെപ്പോഴും നമ്മുടെ മാനേഴ്സ് കീപ്പ് ചെയ്യണം. ദെൻ ഡു റെസ്പെക്ട് ദ പേഴ്സൺ സ്പേസ് ഓഫ് അതേഴ്സ്. ഓരോരുത്തർക്കും ഓരോ പേഴ്സൺ സ്പേസ് ഉണ്ട്. മീൻസ് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് അവർക്ക്. സോ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളൊരു പബ്ലിക്കിലൊരു കോളിലാണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പബ്ലിക്കിൽ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ വന്നു എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും നമ്മുടെ അടുത്തുള്ള ആളിൽ നിന്ന് ഒരു 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും കീപ്പ് ചെയ്തിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ നമ്മളൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഡു എക്സസൈസ് ഗുഡ് ഇൻ്റർനാഷണൽ കോളിംഗ് ബിഹേവിയർ. അതായത് ഇൻ്റർനാഷണൽ കോളിംഗ് ബിഹേവിയർ നമ്മൾ എക്സസൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഓരോ കൺട്രി ടു കൺട്രി അവരുടെ ഫോൺ എൻറ്റിക്വിറ്റ് ഡിഫറെൻ്റ് ആണ്. ഫോൺ യൂസ് ചെയ്യേണ്ടതിൻ്റെ ഓരോ റൂൾസ് ഉണ്ട്. ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചേഞ്ച് ആവും. ഓക്കെ, ഇത്രയാണ് ഇവിടെ പറയുന്നത്.